ഹായ് കൂട്ടരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെയും ശിവന്റെയും വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും പരക്കുകയാണ്. ഡെയ്സിയുടെ കാതുകളിൽ അത് എത്തിച്ചേർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്ന ശിവൻ ഇങ്ങനെയൊരു വാർത്ത പടച്ചുവിടുന്ന ആളെ കണ്ടെത്താനുള്ള ശ്രമം ശിവന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞു. ശിവൻ തന്റെ അനുജത്തിയുടെ വിവാഹം, അതായത് ചന്ദ്രികയുടെയും പ്രകാശിന്റെയും വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. ശാലിനിയുടെ നിർദ്ദേശപ്രകാരം അനുപല്ലവി രജിസ്റ്റർ ഓഫീസിലെ ദിനകരൻ എന്ന അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് പ്യൂണിനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുപല്ലവിയുടെ തൊട്ടു പിന്നിൽ വന്ന് എന്താണ് അനു സംസാരിക്കുന്നതെന്നറിയുവാനായി ഒരു കള്ളനെ പോലെ പതുങ്ങി നിന്ന് അനുവിന്റെ സംസാരം ശ്രദ്ധിക്കുകയായിരുന്നു ജോൺ അബ്രഹാം. അതിനിടയിലാണ് അനു പറഞ്ഞത്, കളക്ടർ മേഡത്തിന്റെ ഒരു കസിന്റെ വിവാഹം ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നും അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വെക്കണമെന്ന് പിയൂണിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കുന്ന ജോൺ ആലോചിച്ചു, ഇങ്ങനെയൊരു പണി അവൾക്ക് തിരിച്ചു കൊടുത്താലോ? എന്തായാലും കളക്ടർ ശാലിനിയുടെ അഹങ്കാരത്തിന് കിട്ടുന്ന വലിയൊരു തിരിച്ചടിയായിരിക്കും. ഇതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്. എന്തായാലും പിന്നിൽ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല എങ്കിൽ പോലും എൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന, അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കാനല്ലേ. അതുകൊണ്ട് അതിൽ ഒട്ടും കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജോൺ അബ്രഹാം അനുപല്ലവിയുടെ സംസാരം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴായിരുന്നു പിയൂൺ ചോദിച്ചത്, ചെറുക്കനും പെണ്ണും കൃത്യസമയത്ത് തന്നെ എത്തുമല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അനുപല്ലവി ചോദിച്ചു, അതെന്ത് ചോദ്യ ചേട്ടാ ചോദിക്കുന്നത്? അവരില്ലാതെ എങ്ങനെയാ വിവാഹം നടക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ, അതല്ല കുട്ടി, ഇവിടെ പലപ്പോഴും പെൺകുട്ടിയും ചെറുക്കനും വന്നെത്തിയാൽ പോലും കൃത്യസമയത്ത് വിവാഹത്തിന്റെ സമയം ആകുമ്പോഴേക്കും ചെറുക്കന്റെ കൂട്ടർ ഒന്നെങ്കിൽ ചെറുക്കനെ പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ പെണ്ണിന്റെ കൂട്ടർ വന്ന് പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകും. അതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. ഒടുവിൽ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി വന്ന ആളുകൾ മാത്രമാകും അവിടെ ബാക്കിയായി. അങ്ങനെ എന്തെങ്കിലും സന്ദർഭം ഇവിടെ ഉണ്ടാകുമോ എന്ന സംശയത്തിന്മേലാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് അറിയിച്ചപ്പോഴേക്കും അത് കേട്ടുനിന്ന അനുപല്ലവി പറഞ്ഞു, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേട്ടാ, ചേട്ടൻ കാര്യങ്ങളൊക്കെ നീക്കിക്കോ എന്ന് പറഞ്ഞ് കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിയുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുന്ന അനുപല്ലവി തൊട്ടു പിന്നിൽ നിന്ന് ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്ന ജോൺ അബ്രഹാമിനെ കണ്ടു. അനു ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും ജോൺ അബ്രഹാം മുഖത്ത് വളിച്ചൊരു ചിരിയെ പാസ്സാക്കിക്കൊണ്ട് അനുവിനോട് അന്വേഷിച്ചു, ആരുടെ കല്യാണം അനു ഇപ്പൊ പറയുന്ന കേട്ടത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഒരു കസിന്റെ വിവാഹക്കാരെ ഞാൻ സംസാരിച്ചെന്ന് അനു കളവ് പറഞ്ഞു. അല്ല, എന്നാ വിവാഹം എന്ന് ചോദിച്ചപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് അനു പറയുമ്പോൾ, ഇവള് പച്ചക്കള്ളായി പറയുന്നത്. ഇന്ന് നടക്കുന്ന കാര്യമല്ലേ ഇവള് വിളിച്ചു പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ എന്നോട് 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന്. നിനക്ക് ഞാൻ തരുന്നുണ്ടടി സമ്മാനം എന്നെല്ലാം മനസ്സിൽ ജോൺ അബ്രഹാം ചിന്തിച്ചുകൊണ്ട് അനുവിനോട് വീണ്ടും ചോദിച്ചു, അല്ലനു ഇത്രയും നേരമായിട്ടും കളക്ടർ മേഡത്തെ കണ്ടില്ലല്ലോ, മേഡം ഒന്ന് ലീവാണോ? അനുവിനോടുള്ള ജോണിന്റെ ചോദ്യം കേട്ടപ്പം അനുവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് അനു പറഞ്ഞു, ഇന്ന് മേഡം 1-2 മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്, അതിനുശേഷമേ മേഡം എത്തിയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞ് അനു അവിടെ നിന്ന് പോകുന്നു. ജോൺ അബ്രഹാം തനിക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമാണിതെന്ന് മനസ്സിലാക്കി വേഗം തന്നെ ജോൺ തന്റെ സുഹൃത്തായ ആ യൂട്യൂബറുടെ ഫോണിലേക്ക് വിളിച്ചു. കോൾ എടുത്ത ഉടനെ യൂട്യൂബറോട് ജോൺ പറഞ്ഞു, എടാ നിനക്ക് ഞാൻ ഒരു നല്ല പണിയാ തരാൻ പോകുന്നത്. നീ ഇത് വേണ്ട രീതിയിൽ മുതലാക്കിയാൽ നിനക്ക് കളക്ടറോടുള്ള വൈരാഗ്യം തീർക്കാനാകും. കളക്ടറുടെ കൂടെയുള്ള ശിവനെന്ന് പറയുന്നവനോടുമുള്ള നിന്റെ പക ഇതോടെ ഇല്ലാതാകുമെന്ന് പറഞ്ഞപ്പോ, എന്താണ് സാറേ, എന്തെങ്കിലും നല്ല കോളാണോ എന്ന് ചോദിച്ചപ്പോൾ, അത് നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും, നിന്റെ സാമർഥ്യം പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. എന്തായാലും ഇന്ന് അരുവിക്കര രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഇന്നൊരു വിവാഹം നടക്കുന്നുണ്ട്, നീ ഇപ്പൊ തന്നെ അവിടേക്ക് പോയിക്കോ. കളക്ടറും ആ ശിവനും ആയിരിക്കും മുൻപന്തിയിൽ ഉണ്ടാവുക. അതിൽ നിന്ന് നിനക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നിനക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. അതിന് വേണ്ട കാര്യങ്ങൾ നീ ചെയ്തോ. എന്തായാലും ഇന്ന് അവിടെ ചെന്നാൽ നിനക്ക് പറ്റിയ ഒരു നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ, ശരി സാറേ, ഞാനിത് എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്തോളാം, എനിക്ക് ഈ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു, താങ്ക് യു സാർ എന്ന് പറഞ്ഞ് യൂട്യൂബർ ഫോൺ വെച്ചിട്ട് ആ അരുവിക്കര രജിസ്റ്റർ ഓഫീസിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് ശാലിനിയും ആരും തന്നെ ഓഫീസിലേക്ക് എത്താതെ വല്ലാത്ത ടെൻഷനിൽ കമലിന് ഇങ്ങനെ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ ടെൻഷൻ അടിച്ച് തലങ്ങും വിലങ്ങും ഇങ്ങനെ നടക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന ദിനകരൻ എന്ന പ്യൂൺ ചോദിച്ചു, അല്ല ഇത്രയും നേരമായിട്ടും ആരും എത്തിയില്ലേ? അപ്പോഴാണ്, നിങ്ങളായിരുന്നോ ഇന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് രജിസ്റ്റർ വിവാഹം പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അതേ എന്ന് കമല സമ്മതിച്ചു. അതെ സാറേ, ഞങ്ങളുടെ ആളുകളാ അതിനു വേണ്ടി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയിച്ചപ്പോൾ, എന്നിട്ട് ഇതുവരെയായിട്ടും ചെറുക്കനെയും പെണ്ണേയും കണ്ടില്ലല്ലോ എന്ന് പ്യൂൺ അന്വേഷിച്ചതും,
കമലം പറഞ്ഞു. അവര് വന്നുകൊണ്ടിരിക്കുക. പെൺകുട്ടി ഇപ്പൊ എത്തിച്ചേരും. ചെറുക്കൻ അവിടുന്ന് പുറപ്പെട്ടു എന്നറിയിച്ചു. ശരി, എന്തായാലും കൃത്യം 11 ഞാൻ വിളിക്കും. അന്നേരം വന്നില്ല എങ്കിൽ പിന്നെ എന്നെ ഒന്നും പറയരുതെന്ന് പറഞ്ഞ് പിയൂൺ അകത്തേക്ക് പോയതും കമലം വല്ലാത്ത ടെൻഷനിലായി. അല്ല, ഇത്രയും നേരമായിട്ട് ഈ ആശാനൊക്കെ എന്താ വരാത്തത്? അവിടുന്ന് പെൺകുട്ടിയുമായിട്ട് പുറപ്പെട്ടെന്ന് വേലായുധനും പറഞ്ഞാണല്ലോ. എന്നിട്ട് എവിടെ എന്നൊക്കെ തലപുകഞ്ഞ് ആലോചിച്ച് അങ്ങനെ കമലൻ ഇരിക്കാനും നിൽക്കാനും വയ്യാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുമ്പോഴാണ് അവിടെ രജിസ്റ്റർ ഓഫീസിന് മുന്നിലേക്ക് കാറ് വന്നതും ശാലിനി ഇറങ്ങിയിട്ട് കാറ് പറഞ്ഞു വിടുന്നു. ഇത് കണ്ടതോടെ കമലിന് ആശ്വാസമായി. എന്തായാലും ഏടത്തിയമ്മ എത്തിയല്ലോ എന്ന് സമാധാനപ്പെട്ട വേഗം കമലൻ ശാലിനിക്ക് അരികിലേക്ക് ചെന്നു. ശാലിനി ചോദിച്ചു, അല്ല, പ്രകാശും ചന്ദ്രയൊക്കെ എത്തിയോ എന്ന് അന്വേഷിച്ചപ്പോൾ, ഇല്ല ഏടത്തിയമ്മ, ഇതുവരെയായിട്ടും ആരും എത്തിയിട്ടില്ല. ഞാൻ അവരെ വേലായുധനെ വിളിച്ചപ്പോൾ ഇപ്പൊ ഇങ്ങ് എത്തുമെന്നാ വേലായുധേട്ടൻ പറഞ്ഞത്. പിന്നെ ആശാനെ കുറിച്ച് ഒരു വിവരവുമില്ല. ആശാനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പ്രകാശിന്റെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ഈ ആശാൻ ഇത് എവിടെ പോയിട്ടുണ്ടാവും? ഇത്ര നേരമായിട്ട് ആശാൻ എന്താ വരാത്തതെന്നൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ ശിവനെ കുറിച്ച് ആശാൻ ഇങ്ങനെ കമലം പറയുന്നത് കേട്ട് ശാലിനി ഒട്ടും ഇഷ്ടപ്പെടാതെ രൂക്ഷമായിട്ട് കമലിനെ നോക്കി. അപ്പോഴേക്കും കമലിന് കാര്യം മനസ്സിലായി. വിഷ്ണു ആശാനെ കുറിച്ച് താൻ പറയുന്നത് പോലെ ശിവനെ കുറിച്ച് പറയുന്നത് ഏട്ടത്തിയമ്മയ്ക്ക് ഇഷ്ടമായില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഉടനെ കമലം പറഞ്ഞു, അല്ല ഏട്ടത്തി, അല്ല, ഞാൻ വിഷ്ണു ആശാന്റെ കാര്യമാണ് പറഞ്ഞത്, ശിവനാശാന്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ഒന്ന് കടുപ്പിച്ച് കമലിനെ നോക്കി. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ആശാനെ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അബദ്ധത്തിൽ ആശാൻ എന്ന് ആവർത്തിച്ച് കമല പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ശാലിനി ദേഷ്യത്തോടെ തന്നെ നോക്കിയിരുന്നു. പെട്ടെന്ന് അത് തിരുത്തി, അല്ല, ശിവനാശാൻ എന്ന് പറഞ്ഞ് പതിയെ ഫോൺ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് കമലൻ. കമലൻ എത്ര വിളിച്ചിട്ടും കോൾ കണക്റ്റ് ആവുന്നില്ല. ഇതേ സമയത്ത് പ്രകാശ് വിവാഹത്തിനായിട്ട് തൻ്റെ കാറിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രകാശിന്റെ കാറിന് കുറുകെ വേറൊരു വണ്ടി വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് വണ്ടി നിർത്തി പ്രകാശം നോക്കിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നത് ലാസറും ടീമുമായിരുന്നു. ലാസർ വേഗം പ്രകാശിന്റെ അരികിലേക്ക് എത്തി ആ ഡ്രൈവർ സീറ്റിന്റെ സൈഡ് ഡോർ തുറന്നിട്ട് പ്രകാശിനോട് ചോദിച്ചു, അല്ല, ഇത് എങ്ങോട്ടാ ഇത്ര തിടുക്കപ്പെട്ട് കുളിച്ച് സുന്ദരനായിട്ട് എങ്ങോട്ട് പോവാ കല്യാണ ചെറുക്കനെ പോലെ എന്ന് ലാസർ അന്വേഷിച്ചപ്പം, അതൊക്കെ തന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു പ്രകാശിന്റെ മറുപടി. ഉടനെ അടുത്ത് വന്ന ലാസർ പറഞ്ഞു, എന്താ മോനെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നമുക്ക് ഇപ്പൊ വന്നത് എന്തിനാന്ന് പറയാവോ? ഞങ്ങളിപ്പോ ഇവിടേക്ക് എത്തിയതേ പ്രകാശിനെ ഒരു ടൂർ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമുക്ക് ഊട്ടിയിലോ കുളു മണാലിയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ജമ്മു കാശ്മീരിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, മോൻ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോ പ്രകാശ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് എങ്ങോട്ടും വരാൻ താല്പര്യമില്ല, ഞാനേ വേറൊരു വഴിക്ക് പോവാ, നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കേ എന്ന് പറഞ്ഞ് പ്രകാശ് ദേഷ്യപ്പെടുമ്പോഴേക്കും ലാസർ പറഞ്ഞു, എന്നാ ഇവനങ്ങ് പൊക്കിയേക്കടാ മക്കളെ, നമുക്ക് വണ്ടിയിലിട്ടിട്ട് ഇവനെ ഊട്ടിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പ്രകാശിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പ്രകാശൻ തന്നെ വിടാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഗുണ്ടകളെല്ലാവരും ചേർന്ന് പ്രകാശിനെ ബലമായി പിടിച്ച് അവരുടെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴാണ് ഒരു ജീപ്പ് അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നത്. ജീപ്പ് നിർത്തിയതും ജീപ്പിൽ നിന്നിറങ്ങിയ ശിവനെ കണ്ടതോടെ ലാസറിനും ടീമിനും വല്ലാത്ത ഭയമായി. ഉടനെ ശിവൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? അവനെ വിട്ടേക്കുന്നേ, ഞാൻ വരാലോ, നമുക്ക് അങ്ങ് അടിച്ച് ജോളിയായിട്ട് അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ സംസാരിച്ചത് കേട്ട് ലാസർ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ ഇക്കാര്യത്തിൽ ഇടപെടണ്ട, സാറ് ഇതിൽ ഇടപെടാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞിട്ടും ശിവൻ പറഞ്ഞു, അതെന്ത് വർത്താനാ ലാസർ നീ പറയുന്നത്? ഞാൻ ഇക്കാര്യത്തിൽ ഇടപെടാൻ പാടില്ലെന്നോ? ഇവനെന്റെ അളിയനാവാൻ പോകുന്നവനാ, അപ്പൊ പിന്നെ അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാതിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് തൽക്കാലം അവനെ അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞ്, എന്നാ ഇനി നമുക്ക് തമ്മിലാകാം ഇതിന്റെ കാര്യത്തിലുള്ള തീരുമാനം എന്ന് പറഞ്ഞ് ലാസറിനിട്ട് തല്ലുകയും ബാക്കിയുള്ള ഗുണ്ടകളെയെല്ലാം തലങ്ങും വിലങ്ങും പൊതിരെ അടിക്കുകയാണ് ശിവൻ. ഇത് എന്റെ വിഷുക്കൈ നീട്ടമാണെന്നും ഈ വർഷത്തെ എന്റെ തുടക്കമാണെന്നും ഈ വർഷത്തെ കൈനീട്ടം നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ലാസറിനിട്ടും തല്ലുകൊടുത്തു. അങ്ങനെ എല്ലാവരെയും മാറി മാറി ശിവൻ തല്ലി ഒതുക്കി കഴിയുമ്പോഴേക്കും പ്രകാശിനോട് ശിവൻ പറഞ്ഞു, പ്രകാശ, നീ വേഗം പോകാൻ നോക്കിക്കോ, ഇവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് പ്രകാശിനെ കാറിൽ കയറ്റി ശിവൻ പറഞ്ഞയച്ചു. അതിനുശേഷം ലാസറിനെയും സംഘത്തെയും പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ലാസർ പറഞ്ഞു, ഇനി എന്നെ തല്ലല് സാറേ, ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞപ്പോൾ നിനക്കിട്ട് ഞാൻ തരുന്ന തല്ല് ഇപ്പൊ നീ പ്രകാശിനെ പിടിച്ചു നിർത്തിയതിനല്ല, മറിച്ച് നീ എൻ്റെ പെങ്ങളെ ഉപദ്രവിക്കാൻ വന്നതിനാ. നീ കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് ഞാൻ തരേണ്ടത് ഇതല്ല എന്ന് പറഞ്ഞ് നിന്റെ തലയാണ് ശരിക്കും ഞാൻ തല്ലി തകർക്കേണ്ടത്. നീ ഇപ്പൊ ഇവിടെ വന്ന ആളാകാൻ നോക്കുന്നതേ എൻ്റെ അച്ഛൻ്റെ പണം വാങ്ങിച്ചിട്ടാണ്, എൻ്റെ അച്ഛൻ്റെ പണം കൈപ്പറ്റിയിട്ടാണ് നീ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ പണം എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ പെങ്ങൾക്കും അവകാശപ്പെട്ട പണം. അപ്പോൾ ഞങ്ങളുടെ പണം വാങ്ങിച്ചിട്ട് നീ ഞങ്ങളെ തന്നെ കൊല്ലാൻ നോക്കുന്നോടാ എന്ന് ചോദിച്ച് പ്രകാശ് വീണ്ടും ലാസറിനിട്ട് പൊതുവെ തല്ലുകയാണ് ശിവൻ. ഈ സമയത്ത് കുറെ നേരമായിട്ടും അവിടേക്ക് ആരും വരാതായതോടെ ശാലിനിയും വല്ലാത്ത ടെൻഷനിലായി. 11 മണിയാകാറായല്ലോ എന്ന് പറഞ്ഞ് കമലിനോട് ശാലിനി സംസാരിക്കുമ്പോഴേക്കും ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്നു. അതിൽ നിന്ന് വേലായുധനും ഭാര്യയും റാണിയും ചന്ദ്രയും എല്ലാം വേഗം ഓഫീസിലേക്ക് കയറിയെത്തി.
ഉടനെ തന്നെ അകത്തേക്ക് വന്നതും ശാലിനിയോട് ചന്ദ്ര ചോദിച്ചു, ചേച്ചി പ്രകാശിനെ കണ്ടോ? പ്രകാശിനെ ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പ്രകാശിനെ കുറെ നേരമായി ഞാൻ ഫോണിൽ ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, ടെൻഷനാണ്ടോ മോളെ, ഇപ്പൊ തന്നെ പ്രകാശ് ഇങ്ങ് എത്തും, പേടിക്കണ്ട, ഉടനെ തന്നെ അവൻ എത്തിക്കോളും എന്ന് പറഞ്ഞ് ശാലിനി സമാധാനപ്പെടുത്തുന്നു. അപ്പോഴേക്കും പ്യൂൺ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആഹാ പെൺകുട്ടി വന്നല്ലേ, അപ്പൊ പിന്നെ ഇനി ചെറുക്കനാ എത്താനുള്ളത്, എന്തായാലും വേഗം തന്നെ ചെറുക്കനെത്തുന്നത് നല്ല കേട്ടോ, സമയമാകാറായി എന്ന് പറഞ്ഞ് പ്യൂൺ വേഗം അകത്തേക്ക് പോയി. ആകെ ടെൻഷനോടെ ചന്ദ്ര ശാലിനിയെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു കാറ് മുറ്റത്ത് വന്ന് നിന്നിട്ട് കാറിൽ നിന്ന് പ്രകാശ് ഇറങ്ങുന്ന കണ്ടതോടെ എല്ലാവർക്കും ആശ്വാസമായി. പ്രകാശ് അകത്തേക്ക് കയറി വന്ന് ചേച്ചി എന്ന് വിളിച്ച് ശാലിനിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ വളരെ പ്രതീക്ഷയോടെ ചന്ദ്ര പ്രകാശിനെ വിളിച്ചു. ഉടനെ അടുത്തുനിന്ന് വേലായുധൻ ചോദിച്ചു, ആ അപ്പൊ ചെറുക്കൻ എത്തിയല്ലേ, ഇനിയിപ്പോ കുഴപ്പമില്ല, ഇക്കാര്യത്തിൽ ആകെ ഒരു ടെൻഷൻ ചെറുക്കനെ കാണാത്തത് കൊണ്ടായിരുന്നു, അപ്പോൾ ഇനിയിപ്പോ വിവാഹത്തെ കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാലിനി ചോദിച്ചു, എന്താ പ്രകാശേ ഇത്രയും നേരം നീ വൈകിയത്, എത്ര നേരമായി കാത്തു നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോ പ്രകാശ് പറഞ്ഞു, അത് പിന്നെ ചേച്ചി ഞാൻ നേരത്തെ ഇറങ്ങിയതാ, പക്ഷെ വഴിയിൽ വെച്ച് എന്നെ തട്ടിക്കൊണ്ടു പോകാനൊരു ശ്രമം നടന്നു. അപ്പോ അവിടെ വന്ന് കൃത്യസമയത്ത് ശിവേട്ടനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, ശിവേട്ടൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പ്രകാശ് അറിയിച്ചു. അങ്ങനെ ശിവൻ അക്കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് പ്രകാശ് എത്തിയെന്നുള്ള കാര്യം അറിഞ്ഞതോടെ എല്ലാവരും ആശ്വാസപ്പെട്ട് നിൽക്കുമ്പോൾ തൊട്ടു പിന്നാലെ ശിവൻ ജീപ്പുമായി അവിടെ വന്നെത്തി. ശിവനും വേഗം അരികിലേക്ക് വന്നതോടെ ചോദിച്ചു, അപ്പൊ എല്ലാവരും എത്തിയല്ലോ, ഇനി ഹാപ്പി ആണല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അടുത്ത് നിന്ന് ശിവനെ നോക്കിക്കൊണ്ട് കമലം പറഞ്ഞു, ആശാൻ കൂടുണ്ട്, പിന്നെ എന്തിനാ പേടിക്കേണ്ടത്. അപ്പോഴേക്കും പ്യൂണകത്ത് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ എല്ലാവരും അകത്തേക്ക് കയറിക്കോ, സമയമായി എന്ന് പറഞ്ഞു ചന്ദ്രയെയും പ്രകാശിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശാലിനിയും ശിവനും പ്രകാശും മറ്റെല്ലാവരും കൂടെ അകത്തേക്ക് കയറി. ശാലിനിയോട് അവിടെ ഇരിക്കാനായിട്ട് രജിസ്ട്രാർ വളരെ സ്നേഹത്തോടെ ശാലിനിയെ അവിടെ ഇരുത്തുകയും പിന്നെ രജിസ്ട്രേഷന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോഴാണ് കമലം പറഞ്ഞത്, അയ്യോ അച്ഛനെ മാല എടുത്തിട്ടില്ല. അത് കേട്ടതും ശിവനാകെ ദേഷ്യായി, എടാ നിന്നോടല്ലടാ മാലയുടെ കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചു. ശിവൻ ബഹളം വെച്ചിട്ടും കമലം പറഞ്ഞു, അല്ല അച്ഛനെ ഞാൻ മാല വാങ്ങിച്ചിട്ടുണ്ട്, അത് വണ്ടിക്കകത്തിരിക്കുക, എടുത്തില്ലെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും പോയി എടുത്തിട്ട് പാടാ എന്ന് പറഞ്ഞ് ശിവൻ കമലിനെ പറഞ്ഞു വിടുന്നു. കമലിനോട് ചെന്ന് രണ്ട് കല്യാണമാല എടുത്തുകൊണ്ട് മാലയുമായി വേഗം തന്നെ അകത്തേക്ക് ഓടിയെത്തി. രണ്ടുപേരുടെയും കയ്യിൽ മാല കൊടുത്ത് ഇനി പരസ്പരം മാല ചാർത്തിക്കോളൂ എന്ന് രജിസ്ട്രാർ അറിയിച്ചു. അങ്ങനെ രണ്ടുപേരും പരസ്പരം മാല ചാർത്തി എല്ലാവരും ആ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയായതിന്റെ സന്തോഷത്തിൽ സന്തോഷിച്ച് കൈകൊട്ടി ആശീർവദിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത് നിന്ന് രജിസ്ട്രാർ പറഞ്ഞു, ദാ ഇനി ഈ ബുക്കിൽ സൈൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബന്ധം അത് പൂർത്തിയാവുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ചടങ്ങ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് രജിസ്റ്റർ ബുക്കിൽ അവർ സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞു. പ്രകാശും ചന്ദ്രയും രജിസ്റ്റർ ബുക്കിൽ സൈൻ ചെയ്തതോടെ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ആ ഒരു കർമ്മം മംഗളമായി നടന്നു എന്ന ആശ്വാസത്തിൽ ശിവനും സന്തോഷിച്ച് നിൽക്കുമ്പോഴേക്കും രജിസ്ട്രാർ ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ ഈ ചടങ്ങിന് സാക്ഷിയായിട്ട് ആരാ ഉള്ളത്, 3 സാക്ഷികൾ വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേലായുധൻ പറഞ്ഞു, അതെ ഇതിനെല്ലാത്തിനും കൂട്ടുനിന്ന എൻ്റെ കുടുംബം തന്നെയാണ് ഇതിൻ്റെ സാക്ഷികൾ, ഞാനും എൻ്റെ മോളും എൻ്റെ ഭാര്യയും ഞങ്ങൾ തന്നെ ഇതിൻ്റെ സാക്ഷികൾ എന്ന് പറഞ്ഞ് വേലായുധനും ഭാര്യയും മകളും ആ ബുക്കിൽ സൈൻ ചെയ്തു. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ശിവൻ പെട്ടെന്ന് ശാലിനിയോട് പറഞ്ഞു, പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ചിട്ട് പറഞ്ഞു, ദാ ഇത് പിടിച്ച ശാലിനി എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിലേക്ക് ആ മാല വെച്ച് കൊടുത്തു. എന്നിട്ട് ശിവൻ ചന്ദ്രയുടെ കയ്യിലെ മാലയും വാങ്ങിച്ചു. എന്നിട്ട് പ്രകാശിനെയും ചന്ദ്രനെയും ചേർത്ത് നിന്നിട്ട് കമലിനോട് പറഞ്ഞു, എടാ ഇവരുടെ ഫോട്ടോ എടുത്തടാ എന്നറിയിച്ചു. അങ്ങനെ തൻ്റെ മൊബൈലിൽ അവരുടെ ഫോട്ടോ പകർത്തിയെടുക്കുകയാണ് കമലൻ. ഈ സമയത്ത് കൃത്യമായിട്ട് ജോൺ അബ്രഹാം പറഞ്ഞയച്ച ആ യൂട്യൂബർ കൃത്യമായി വീട്ടിൽ അവിടെ ആ കളക്ടർ രജിസ്ട്രാർ ഓഫീസിലേക്ക് വന്നത്. അവിടെ കളക്ടറും ശിവനും നിൽക്കുന്ന കണ്ടതോടെ വേഗം അരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ശിവന്റെ പെങ്ങളുടെയും പ്രകാശിന്റെയും വിവാഹം നടക്കുന്ന ചടങ്ങായിരുന്നു. അതിനുശേഷം ശിവൻ ആ മാല ശാലിനിയുടെയും ശിവന്റെയും കൈകളിലായിട്ട് എടുത്തു വെച്ചു. രണ്ടുപേരും കയ്യിൽ ആ മാല പിടിച്ചിരിക്കുന്ന കണ്ടതോടെ യൂട്യൂബർക്ക് വലിയ സന്തോഷമായി. ഇത് തന്നെ പറ്റിയ കാഴ്ച, ഇത് തന്നെ വെച്ച് ഞാനൊരു പണി കൊടുത്തിരിക്കും എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കയ്യിലെടുത്തിട്ട് വേഗം വീഡിയോ ഓൺ ചെയ്യാനായി ഒരുങ്ങിയിട്ട് യൂട്യൂബർ തൻ്റെതായിട്ടുള്ള ഒരു കമൻറ്റ് ആദ്യം തന്നെ പ്രേക്ഷകർക്കായിട്ടിട്ടു. നമ്മൾ കാണാൻ പോകുന്നത് ഒരു രഹസ്യ കല്യാണമാണെന്നും അതിലെ ആളുകൾ രഹസ്യ കല്യാണത്തിന്റെ പ്രധാന ആളുകൾ ആരൊക്കെയാണെന്ന് കാണുമ്പോഴാണ് നിങ്ങൾ ഞെട്ടുന്നതെന്നും പറഞ്ഞ് നേരെ രജിസ്റ്റർ ഓഫീസിലെ ആ റൂമിന്റെ വിഷ്വൽസ് കാണിക്കുകയാണ്. അതിൽ ശാലിനിയും ശിവനും ആ മാലയും കല്യാണമാലയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച. എന്നിട്ട് രജിസ്ട്രാറോട് നന്ദി അറിയിക്കുമ്പോൾ, മേഡം ഇതൊക്കെ ചെയ്യാനല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് രജിസ്ട്രാർ ശാലിനിയോട് സന്തോഷത്തോടെ സംസാരിക്കണം. അതിനുശേഷം എല്ലാവരും കൂടി വേഗം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അത് മാറി നിന്ന് തൻ്റെ മൊബൈലിൽ ആ വീഡിയോയും പകർത്തിക്കൊണ്ട് നിൽക്കുകയാണ് യൂട്യൂബർ. അപ്പോഴേക്കും ശിവനും ശാലിനിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നതും
ഉടനെ ശിവൻ പറഞ്ഞു, "അതെ, ഇനി നമുക്കെല്ലാവർക്കും വീട്ടിലേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ അതാണല്ലോ നല്ലത്" എന്ന് ചോദിച്ചപ്പോൾ വേലായുധൻ പറഞ്ഞു, "ഫോട്ടോയൊക്കെ എടുക്കാൻ ഓക്കെ. പക്ഷേ നല്ല ക്യാമറാമാൻ ആയിരിക്കണം ഫോട്ടോ എടുക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ" എന്ന് വേലായുധൻ അറിയിച്ചതും അത് കേട്ട് നിന്ന ശിവൻ പറഞ്ഞു, "പിന്നല്ലാതെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ ആരാണെന്നാ" എന്ന് പറഞ്ഞപ്പോൾ കമലം പറഞ്ഞു, "അതെ, ഫോട്ടോഗ്രാഫർ ഈ കമലം തന്നെയാ. ഞാൻ എടുക്കത്താൽ ഒരു ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പവും വരില്ല" എന്ന് പറഞ്ഞു കമലിനും അങ്ങനെ സംസാരിച്ച് എല്ലാവരും സന്തോഷപൂർവ്വം ആ ഒരു മംഗളമുഹൂർത്തത്തിന് സാക്ഷിയായതിന്റെ സന്തോഷത്തിൽ കുറേ നാളുകൾക്ക് നടന്ന പ്രശ്നങ്ങൾക്കും കുഴപ്പങ്ങൾക്കുമൊക്കെ ഒടുവിൽ മംഗളകരമായിട്ടുള്ളൊരു മുഹൂർത്തത്തിന് എല്ലാവർക്കും സാക്ഷിയാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ മനസ്സ് നിറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് അപ്രതീക്ഷിതമായിട്ട് മഹേന്ദ്രന്റെ ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നുള്ള വാർത്ത ശിവനും ശാലിനിയും അറിയുന്നത്. ഇതിനിടയിൽ ശാലിനിയുടെയും ശിവന്റെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണയിൽ ആ വിഷ്വൽസ് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അങ്ങനെ ആ വിഷ്വൽസ് കിട്ടിയ ഡേവിസ് വേഗം തന്നെ ഡെയ്സിയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, "ഡെയ്സി, ദാ ഇത് കണ്ടോ? നീ ഈ കാഴ്ചയൊന്ന് കാണ്. എന്നിട്ട് നീ പിന്നീട് ശിവനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. നിന്റെ ഈ പ്രതീക്ഷയും കാത്തിരിപ്പും ഇനി എന്തിനാണെന്ന് അപ്പോൾ തന്നെ നീ പോലും ചിന്തിച്ചു പോകുമെന്ന് ആലോചിച്ച്" എന്ന് പറഞ്ഞുകൊണ്ട് ഡെയ്സിയുടെ അടുത്തേക്ക് ആ വീഡിയോയുമായിട്ട് ഓടിയെത്തുകയാണ് ഡേവിസ്. ഡെയ്സി ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്നത് ശിവനും ശാലിനിയും മാലയും കയ്യിൽ പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച. അതോടെ അവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ധാരണ ഡെയ്സിയുടെ മനസ്സിലും ഉറച്ചു. ഇത്രയും നാളും തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും ഇരുവരും ചേർന്ന് തന്റെ മുന്നിൽ നാടകം കളിക്കുകയായിരുന്നുവെന്നുമുള്ള ധാരണയിൽ യൂട്യൂബർ ഇട്ടത് സത്യമാണെന്നുള്ള തെറ്റിദ്ധാരണ മൂലം ഡെയ്സി ശിവനെയും ശാലിനിയെയും വെറുതെ വിടില്ല എന്നും രണ്ടുപേരെയും താൻ തീർത്ത് കളയുമെന്നുള്ള പകയോടെ ഡെയ്സി ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും അടുത്ത തന്നെ നീക്കം ഏത് രീതിയിലാവണമെന്നും ആലോചിച്ച് തവല പുകച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത നേരത്തെ മനസ്സിലാക്കിയ സുസ്മിത കൃത്യമായി തന്നെ ഡെയ്സിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു.